മനസ്സിലാക്കണം. നമ്മൾ ഭാര്യയായിട്ട് സുന്ദരിയായ ഭാര്യയും 5000 സ്ക്വയർ ഫീറ്റ് പുറയിലും അടിച്ചു പൊളിച്ചു കഴിയുമ്പോ നമ്മുടെ ഉമ്മ കേവലം 400 സ്ക്വയർ ഫീറ്റ് ലക്ഷം വീട് കോളനിയില് ആ ചെറിയ കൂടാരത്തിലാണ് കിടന്നുറങ്ങുന്നത്. ഓർക്കണം, അവന് സ്വസ്ഥമായി സ്വർഗത്തിൽ ഉറങ്ങാൻ പറ്റൂല. ഉമ്മാന്റെ മഹത്വം എന്ത് മനസ്സിലാക്കി? അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഹമൽതു ഉമ്മി അലാ ഉനുഖി ഫർസഖൈൻ ഫീ റംളാ ശദീദാ. കൊടും ചൂടിൽ സഹാറ മരുഭൂമിയെ വെല്ലുന്ന തരത്തിലുള്ള ഭയങ്കരമായ കൊടും ചൂടിലൂടെ ആ മരുഭൂമിയുടെ മുകളിലൂടെ എന്റെ വന്ധ്യവയോധികയായ വൃദ്ധയായ ഉമ്മയെ എടുത്തു വെച്ചുകൊണ്ട് ഫർസഖൈൻ കിലോമീറ്ററുകളോളം ഞാൻ നടന്നുപോയി നബിയേ. ആ സഹാബി പറയുകയാണ്, ആ മരുഭൂമിയുടെ ചൂടിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ്. ആ മരുഭൂമിയുടെ മടിത്തട്ടിലെ മണൽപ്പരപ്പിലെങ്ങാനും ഒരു കഷണം ഇറച്ചി വീണാൽ അത് കത്തിച്ചാമ്പലായി കരിഞ്ഞു പോകും. അത്രത്തോളം കൊടും ചൂടിലൂടെ എന്റെ ഉമ്മയെ ഞാൻ ചുമലിലെടുത്തു വെച്ചുകൊണ്ട് ഫർസഖൈനി കിലോമീറ്ററുകളോളം ഞാൻ നടന്നുപോയി എന്റെ ഉമ്മയെ ഞാൻ സഹായിച്ചു നബിയേ. ഫഹൽ അദൈതു ശുക്റഹാ, എന്റെ ഉമ്മയോടുള്ള ആ നന്ദി ഞാൻ നിറവേറ്റിയോ റസൂലേ. എന്റെ ഉമ്മ എനിക്ക് ചെയ്ത നന്ദിയായോ നബിയേ? കൊടും ചൂടില് ഒരു കഷണം ഇറച്ചി ആ മരുഭൂമിയിലുള്ള അതങ്ങനെ പെട്ടെന്ന് വേവും. അത് തന്തൂരി ചിക്കനായി മാറും. മനസ്സിലായില്ലേ? അത് അൽഫഹമായി മാറും. അങ്ങനത്തെ ചൂടില് എന്റെ ഉമ്മ നടക്കാതെ എന്റെ ഉമ്മയെ ഞാൻ എടുത്ത് എന്റെ തോളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണം. കിലോമീറ്ററുകളോളം, 5-6 കിലോമീറ്ററുകളൊക്കെ വരും ഫർസഖൈനിന്റെ കണക്ക് പ്രകാരം. ആ കിലോമീറ്ററുകളോളം ഞാൻ എന്റെ ഉമ്മയെ കൊണ്ട് നടന്നു. എന്റെ ഉമ്മയോടുള്ള ആ നന്ദി കടപ്പാട് ഞാൻ പൂർത്തിയാക്കിയോ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ലഅല്ലഹു അൻ യകൂന ബിതൽഖത്തിൻ വാഹിദ. ആ ഉമ്മ തന്നെ പ്രസവിക്കാൻ നേരത്തെ അവർ അനുഭവിച്ച വേദനയുടെ എത്രയോ ത്യാഗമാണ് അനുഭവിച്ചത്. അതിൽ ഒരു ഭാഗം പോലും പൂർത്തിയായിട്ടില്ല മകനെ. നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി നെക്കുണ്ടല്ലോ, ആ ത്യാഗം അതിന്റെ ഒരംശമായിട്ടില്ല. എന്തായാലും ഇത്രത്തോളം ത്യാഗമൊന്നും നമ്മുടെ ഉമ്മായെ വെച്ചിട്ട് നമ്മൾ ചെയ്യൂല. ആരും ചെയ്യൂല. ഇത്രത്തോളം ത്യാഗവും നമ്മുടെ ഉമ്മായെ കൊണ്ട് നമ്മൾ ചെയ്യൂല, ആരും ചെയ്യൂല. മറ്റൊരു സഹാബി കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി ഖറഫത് ഇൻദി വ അന ഉത്ഇമുഹാ വ ഉസ്ഖിഹാ ബിയദി വ ഉവല്ലിഹാ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ എന്നോടൊപ്പമാണ് നബിയേ. എന്റെ ഉമ്മ അവശയാണ്. എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് വെള്ളം കുടിപ്പിക്കുന്നത്. എന്റെ ഉമ്മയെ ഞാനാണ് ഒതുവെടുപ്പിക്കുന്നത്. എന്റെ ഉമ്മയെ ഞാൻ എന്റെ ചുമലിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്റെ ഉമ്മയെ ഞാൻ എന്റെ ചുമലിലാണ് കൊണ്ട് നടക്കുന്നത്. എന്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യുപകാരമാകുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ വലാ വാഹിദതൻ മിൻ മിആ. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തു തന്ന 100ന്റെ 1% ഇന്ന് എന്ത് ചെയ്യാനോ? ഉമ്മാക്ക് ഇങ്ങനെ നമ്മൾ ആരാധന ചെയ്യോ? ഉമ്മയെ കുളിപ്പിക്കുന്നത് ഞാൻ, ഒതുവെടുപ്പിക്കുന്നത് ഞാൻ, ഭക്ഷണം വാരി കൊടുക്കുന്നത് ഞാൻ, നിസ്കരിക്കാൻ സഹായിക്കുന്നത് ഞാൻ, ഉമ്മ എടുത്തുകൊണ്ട് നടക്കുന്നത് ഞാൻ. എന്റെ ഉമ്മ എനിക്ക് ചെയ്തെന്ന ശുക്ർ മതിയായോ? അതിന് പ്രത്യുപകാരമാകുമല്ല. 100ന്റെ 1% മോനെ. ആ ഉമ്മയുമായിട്ട് നാം വേണ്ടിയിട്ട് എത്ര വർഷമായി?
ഉമ്മയോട് ചൊടിച്ച മകൻ എത്ര വർഷങ്ങളായി ഉമ്മയോട് ചൊടിച്ചിട്ട്? ഉമ്മയോട് മിണ്ടാണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നുണ്ടോ? ഒരു ഹദീസൂടെ കേട്ടോളി, മറ്റൊരു ഹദീസൂടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ ഫതഹല്ലാഹു അസ്സ വജല്ല അലൈക മക്കത ഇന്നി നദർതു അൻ നുഖബ്ബില അസ്ഫുലൽ ഉസുഖിഫാ. നബിയെ, പരിശുദ്ധമായ മക്കം ഫതഹ് അങ്ങേക്ക് അല്ലാഹു സൗകര്യമാക്കി സജ്ജമാക്കി വിജയിപ്പിച്ചു തന്നാൽ, മക്ക അങ്ങേക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നാൽ, ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു നബിയെ, കഅബയുടെ വാതിൽക്കൽ പോയി ആ വാതിലിന്റെ അടിഭാഗം ഞാൻ മുത്തമിടാം. ഫഉഖബ്ബിലു അസ്ഫുലൽ ഉസുഖിഫാ. ആ കഅബയുടെ വാതിൽ മുത്താമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് നബിയേ. സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഏ സഹാബാ, قدم قبل قدمي أمك وقد وفرت نذرك وقد وفيت نذرك. قبل قدمي أمك, നിന്റെ ഉമ്മാന്റെ കാല് പോയി ചുംബിക്കടോ, നിന്റെ മാതാവിന്റെ കാല് നീ ചുംബിക്കണേ. وقد وفيت نذرك, നിന്റെ നേർച്ച സഫലമായി പൂർത്തിയാക്കപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാന്റെ കാല് ചുംബിക്കണം കേട്ടോ, ഉമ്മാന്റെ കാല് ചുംബിക്കണം, ഉമ്മാന്റെ നെറ്റി ചുംബിക്കണം. മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനൻ നാർ. ആരെങ്കിലും തന്റെ മാതാവിന്റെ നെറ്റിത്തടം ചുംബിച്ചാൽ, രണ്ട് കണ്ണുകൾക്കിടയിൽ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിച്ചാൽ സ്വർഗത്തിലേക്ക് കടക്കണം. സ്നേഹവാത്സല്യത്തോടെ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനൻ നാർ, നാളെ നരകത്തിനൊരു മറയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുംബിച്ചോ പെമ്മക്കളൊക്കെ ഉമ്മാന്റെ ഒപ്പം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചുംബിച്ചോ. സ്വർഗത്തിൽ പോകാൻ ബക്കറ്റ് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കില്ല, എല്ലാവർക്കും ഉണ്ടല്ലോ ബക്കറ്റ്. ആ ഉമ്മയുടെ കാര്യം പറഞ്ഞല്ല, ഉമ്മയോട് സ്നേഹമുള്ളവരും ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തെന്ന നിഅമത്തുകൾക്കൊക്കെ നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തി ഉമ്മാക്ക്, മരിച്ച ഉമ്മാക്ക് പുറത്തു കൊടുക്കാനും സുഖമില്ലാത്ത ഉമ്മാക്ക് ആഫിയത്ത് കിട്ടാനും ദീർഘായുസ് കിട്ടാനും നിയത്തി ചെയ്തുകൊണ്ട് വാ എല്ലാവരും ബക്കറ്റ് എടുത്ത് ചങ്ങാതി SKSF എവിടെ? എല്ലാവരും 100 രൂപ ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എൻ്റെ ഉപ്പാക്ക് വേണ്ടി എല്ലാവരും പോക്കറ്റ് കൈ പൈസ ഉമ്മയോടൊക്കെ സ്നേഹമുള്ളവർ വലിയ വലിയ നോട്ട് എടുക്കണം. ഞാൻ എല്ലാ ദിവസവും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് ബക്കറ്റും ഇല്ല, ആളുമില്ല. പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രസംഗവും നിർത്തി. എടുത്തിട്ട് ഓടി വാ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉണ്ട്. ഒറ്റ ബാക്കി അടുത്ത വിഷയം പറയണ്ടേ? ഓടി വാ, കൊളസ്ട്രോൾ പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി പോവാതെ വാള് കണ്ടിട്ട് പോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാവങ്ങളെ മാപ്പ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും ഒരുപാട് അനാദരവ് കാണിച്ചവരാണ്. നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ പടച്ചവൻ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ ദർജാത്തിൽ നീ ഉയർത്തി കൊടുക്കണേ പടച്ചവനെ. മരിച്ചുപോയി ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അല്ലാഹുവേ. അല്ലാഹുവേ ഇനി കൂടുതൽ വർഷം അവരുടെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കാൻ നീ തൗഫീക്ക് തരണേ പടച്ചവനെ. റഹ്മത്തിക റഹ്മാൻ റഹീം. ആ നിയ്യത്ത് അസ്മീൻ പറഞ്ഞ സഹായിക്കണം. നീ കിട്ടുന്ന പോക്കറ്റ് ഉസ്താദിന്റെ മോനെന്ന വാപ്പ കൊടുത്താൽ മോനിട്ടൂടെ പൈസ. എല്ലാരും ഒരു മാസം റീചാർജ് ചെയ്യുന്ന പൈസ ഇടും. 399 രൂപ കേട്ടോ. 400 വേണ്ട, 1 രൂപ വേണമെങ്കിൽ
എല്ലാവരും റീചാർജ് ചെയ്ത പൈസ ഇട്ടിട്ടുണ്ട്. ഒരു മാസം അങ്ങോട്ട് പോകാം. സഹോദരിമാരെ, നിങ്ങൾ എല്ലാവരും ഉമ്മയോട് സ്നേഹമുള്ളവർ, ഉപ്പയോട് സ്നേഹമുള്ളവർ. ചൊടിക്കാനൊന്നും പാടില്ല. ചൊടിച്ചാക്ക വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഉമ്മ ഇനി എത്ര നമ്മളോട് ചൊടിച്ചാലും ഉപ്പ നമ്മളെടുത്തോട് ചൊടിച്ചാലും നമ്മൾ ചൊടിക്കാൻ പാടില്ല. നിയമമാണ്. അതിൻ്റെയൊക്കെ അതീസ് ഓതാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഞാൻ ഇനി കുടുംബ ബന്ധത്തിൽ കിടക്കാൻ പോവാണ്. അങ്ങനെയെങ്കിൽ ഇന്നെങ്കിലും പോയി ബന്ധം സ്ഥാപിക്കട്ടാണെങ്കിൽ അൽഹംദുലില്ലാ. എല്ലാവരും ഇട്ടു. ആരും ഇടാതിരിക്കുന്നവരെല്ലാം ഉമ്മയോട് സ്നേഹമില്ലാത്തവരെ ഇപ്പം നോക്കും, മനസ്സിലാകും. എല്ലാവരും ഇട്ട് സഹായിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അടുത്ത വിഷയത്തിലേക്ക് വരാം. ഒരു അരമണിക്കൂർ പ്രസംഗിക്കാമല്ലോ അല്ലേ? 10 വരെ പ്രസംഗിക്കാം. എല്ലാ ദിവസവും 7:30 തുടങ്ങിയിട്ട് 9 നിർത്തും. 9 കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് സീരിയൽ കാണാൻ എളുപ്പമായി. ഇന്നിപ്പോ നടപ്പില്ല, എല്ലാം കള്ളാവും. വിഷയം മാറിപ്പോട്ടെ കേട്ടോ. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ആരോടും ചൊടിക്കാൻ പാടില്ല കേട്ടോ. ആരോടും മുന്നോട്ടിരിക്കാൻ പാടില്ല. അടുത്ത അതീത് കേട്ടോ. പെട്ടെന്ന് കേട്ടോണം. നമ്മളെല്ലാം വലിയ നിസ്കാരക്കാരാണ്. എത്ര പേരുടെ ചൊടിച്ചിട്ടിരിക്കുന്ന മുഖങ്ങളായത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആയിഷ ബീവി ഡോക്ടർ MKM മമ്മു ഹാജി തളങ്കര. ഈ പണം പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുക. ജാരിയ സദഖ. എത്ര ഉള്ളു? 5000 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആ ഖബറിനെ നീ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ. റഹ്മത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവരുടെ സിയാത്ത് ഹസനാത്തുകളാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ തബ്ബിത്ഹാ ഇൻദ സുആൽ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജൻബിഹാ. അല്ലാഹുമ്മ ആമിൻഹാ മിൻ കുല്ലിൽ ഫസഅ. അല്ലാഹുമ്മഗ്ഫിർ ലഹാ വറഹംഹാ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാര്യമായിട്ട് സഹായിച്ച് അതിന്റെ പണി പൂർത്തിയാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. മാലിക് ദിനാർ പള്ളി കണ്ടില്ല, ഒരിച്ച പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്ത് 10 കോടി രൂപയ്ക്ക് അടിപൊളിയാക്കി ചെയ്തു. നമ്മളൊക്കെ വീട് 10ഉം 12ഉം കോടിക്ക് വെക്കുന്നു. ഒരാളെ ഏറ്റെടുത്ത് ചെയ്യാവുന്ന കേസ് ഇട്ടേ ഉള്ളൂ. പള്ളിയുടെ പണി അല്ലേ? പള്ളിയുടെ പണി അങ്ങനെയാണല്ലോ അല്ലേ? ഒരാളെ ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് ചെയ്താൽ അത്ര നല്ലത്. നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹ് ഇതേപോലെ വീട് തരും. ഭയങ്കര കൂലിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്രയും വേഗം അതിന്റെ പണി പൂർത്തിയാക്കി പള്ളിയുടെ ഉദ്ഘാടനത്തിന് വാത് കാണുമല്ലേ? ഇന്നലെ നമ്മളെ വിളിക്കുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. നമുക്ക് പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് പറയാം ഒരു ദിവസം. അതുകൊണ്ട് വിളിക്കൂലെന്ന് ഉറപ്പായി. ശരി, വിഷയം കേൾക്കി. അടുത്തേക്ക് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖതഅ അഖാരിബഹു ളുഅഫാഉ വഹജറഹും വതകബ്ബറ അലൈഹിം ولم يصلهم ببره وإحسانه ويسرف صدقته إلى غيرهم لم يقبل الله صدقته أو كما قال عليه السلام. ചില ആളുകൾ നമ്മുടെ കുടുംബക്കാരെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയിട്ട് ഒരുപാട് സദഖകളും സംഭാവനകളും ഒക്കെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യും. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ എവിടെയൊക്കെ സംസാരിക്കുന്നവർ ഇങ്ങോട്ടൊന്ന് അവിടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിടണേ. ഇനി നമ്മൾ കേൾക്കേണ്ട വിഷയം. അരമണിക്കൂറോട് നമുക്ക് റാത്തായിട്ട് പറയാം. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം തരട്ടെ. അത് ഒരു മണിക്കൂർ തീരൂല സംഭവം. എന്നാലും കേട്ടോളി. ഇച്ചന്മാരെല്ലാം പോകാൻ സമ്മതിക്കില്ല, ഇരിക്കണം. കാരണം മുണ്ടാണ്ട് ചൊടിച്ചിട്ട് പോകുന്ന ഇച്ചന്മാരാണെങ്കിൽ നാളെയും ചൊടിച്ചിരിക്കും. ഖബർ വരെ ചൊടിച്ചിരുന്നാൽ മലക്കുകൾ ഇച്ചയോട് ചൊടിക്കും. പിന്നെ ചൊടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇടി കിട്ടും. സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. അതിന്റെ ഹദീസ് ഇപ്പോൾ തരാം. കേട്ടോളി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് فأصمهم وأعمى أبصارهم. ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയവരെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ മൂകരാണ്, ബധിരരാണ്. മൻ ഖതഅ അഖാരിബഹു ളുഅഫാ വഹജറഹും വതകബ്ബറ അലൈഹിം വലം യസിൽഹും ബിബിർരിഹി വഇഹ്സാനിഹി
വഹുവ ദാഖിലുൻ ഫീ ഹാദൽ വഈദ് വഹുവ ദാഖിലുൻ ഫീ ഹാദൽ വഈദ് മഹ്റൂമുൻ അൻ ദുഖൂലിൽ ജന്ന. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയാൽ, ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചാൽ നിങ്ങളെ ശപിക്കപ്പെട്ടവരായി മാറുകയും നിങ്ങൾ മൂഢരായി അധപ്പതിക്കുകയും ബധിരരായി തീരുകയും ചെയ്യുമെന്ന് അല്ലാഹു അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ആരെങ്കിലും തന്റെ കുടുംബത്തിലെ ബലഹീനരായ, സമ്പത്തില്ലാത്ത, അവശരായ, ആലംബഹീനരായ രക്തബന്ധുക്കളെ മുറിച്ചു മാറ്റുകയും വഹജറഹും അവരോട് വിട പറഞ്ഞ് അവരുമായി ബന്ധമില്ലാതെ ജീവിക്കുകയോ വതകബ്ബുറ അലൈഹിം അവരോട് കിബറോടുകൂടി അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ കഴിഞ്ഞു ഓടുകയും ചെയ്താൽ വഹുവ വഈദുൻ ഫീ ഹാദിഹിൽ ആയ അവൻ വഹുവ ദാഖിലുൻ ഫീ ഹാദൽ വഈദ്. അല്ലാഹു ഈ പറഞ്ഞ ഈ ഒരു ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കേണ്ടി വരും. അവൻ ശപിക്കപ്പെട്ടവനായി മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം അവന് നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മഹ്റൂമുൻ അൻ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അവന് പ്രവേശനമില്ല. കാരണം തന്റെ കുടുംബക്കാരെ മുറിച്ചു മാറ്റിയവനാണ്. പൈസയുള്ള കുടുംബക്കാരായിട്ട് ഭയങ്കര ചങ്ങാത്തം, ഭയങ്കര പൈസയുള്ള കുടുംബക്കാരുമായിട്ട് 4 വണ്ടി 5 വണ്ടി, പൈസയില്ല. അങ്ങ് ഓരത്തിൽ പുറമ്പോക്കില് എവിടെയെങ്കിലും ഷെഡടിച്ച് താമസിക്കുമ്പോ എന്റെ മൂത്താപ്പായാണിത്, എന്റെ കൊച്ചാപ്പാണിത്, എന്റെ അമ്മായിയമ്മാണെന്ന് പറയാൻ ഒരു നാണക്കേട്, ലജ്ജ. കാരണം എന്താ? OBC ലോക്കൽ BPL കാർഡുകാരൻ, APL കാർഡുകാരൻ BPL കൂടെ യോജിക്കുമോ? യോജിക്കൂല സംഭവം. അപ്പൊ അതുകൊണ്ട് അവരെ അകറ്റി നിർത്തുകയാണ്. എന്നിട്ട് ഇയാൾ ഭയങ്കരമായ ഇബാദത്ത്, ഭയങ്കര സദഖ. ഇവന്റെ സദഖ അല്ലാഹു സ്വീകരിക്കുകയില്ല. മൻ ഖതഅ ഖാരിബഹു വഫാ വയുസ്രിഫു സദഖതഹു ഇലാ ഗൈരിഹിം. ഈ സാലിഹ്കളായ ഇവന്റെ കുടുംബത്തിൽ എത്രയോ അർഹരുണ്ടായിട്ട്, എത്രയോ പട്ടിണി പാവങ്ങൾ ഉണ്ടായിട്ട്, സാധുക്കളുണ്ടായിട്ട്, ആലംബഹീനരുണ്ടായിട്ട്, ബലഹീനരുണ്ടായിട്ട്, യതീമായ കുഞ്ഞുമക്കൾ ഉണ്ടായിട്ട് ഇവന്റെ സമ്പത്തും സദഖയും അവർക്ക് കൊടുക്കാതെ വയുസ്രിഫു സദഖതഹു ഇലാ ഗൈരിഹിം, മറ്റുള്ളവരിലേക്ക്, മറ്റു മഹല്ലുകളിലേക്ക് ഇവന്റെ സദഖകൾ ഇവൻ വ്യാപിപ്പിച്ചാൽ ലം യഖ്ബലില്ലാഹു സദഖതഹു വലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം കമാ ഖാല റസൂലുള്ളാഹി. അവന്റെ ഒരു കാരക്കയുടെ കീറ് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. കുടുംബക്കാരനുമായി ബന്ധം വിച്ഛേദിച്ചിട്ട് റമളാനിന്റെ മാസമാകുമ്പോ ലോഡ് കണക്കിന് അരി ഇറക്കി കൊടുക്കുന്നവരെ, 100 കണക്കിന് സമൂസ കൊടുക്കുന്നവരെ, കിൻഡൽ കണക്കിന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഭക്ഷണങ്ങളും ഈത്തപ്പഴവും കാരക്കയോ പാലും മോരും ചായയും നാരങ്ങ വെള്ളവും കൊടുക്കുന്നവരാണെങ്കിൽ ലം യഖ്ബലില്ലാഹു സദഖതഹു, അവന്റെ ഒരു കാരക്കയുടെ കീറ് അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് മാത്രല്ല, സ്വീകരിക്കില്ല എന്ന് മാത്രല്ല, വലാ യൻദുറുല്ലാഹു ഇലൈഹിം വലാ യുസക്കീഹിം വലാ യുകല്ലിമുഹും യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇവനെ സഹായിക്കുകയില്ല, ഇവനെ കടാക്ഷിക്കുകയില്ല, ഇവനെ സംസ്കരിക്കുകയില്ല, ഇവനോട് സംസാരിക്കുകയില്ല. വഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹുമ്മ അഇദ്നാ മിൻ ദാലിക, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.